ചെറുപ്പം മുതലേ ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി തന്നെ കളിയാക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ കാർ കമ്പനിയായ ഫെരാരിയോട് പ്രതികാരം ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നു. ആ പ്രതികാരമാണ് നമ്മൾ ഇന്ന് കാണുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച, ഏറ്റവും വില കൂടിയ കാറുകളിലൊന്നായ ലംബോർഗിനി. 1916 ഏപ്രിൽ 28 ഇറ്റലിയിലെ റിനാസോ എന്ന പേരുള്ള ഒരു സാധാരണ ഗ്രാമത്തിലെ ഒരു കർഷകന്റെ മകനായിട്ടാണ് ഫെറൂസിയോ ലംബോർഗിനി ജനിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്ത് കടുത്ത ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു. ഫെറൂസിയോയുടെ അച്ഛൻ ഒരു സാധാരണ കർഷകനായിരുന്നു. എന്നും രാവിലെ പാടത്ത് പോയി ചോര നീരാക്കി പണിയെടുത്താൽ മാത്രമേ ആ കുടുംബത്തിന് അന്നത്തെ ദിവസത്തേക്കുള്ള ആഹാരം വാങ്ങാൻ കഴിയുമായിരുന്നുള്ളൂ. ഇങ്ങനെ വയലിൽ പണിയെടുത്ത് കിട്ടുന്ന ആ തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഫെറൂസിയോയുടെ അച്ഛൻ ആ കുടുംബത്തെ പോറ്റിയിരുന്നത്. ഇതുകൊണ്ട് തന്നെ പട്ടിണിയും കഷ്ടപ്പാടും എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഫെറൂസിയോ വളർന്നത്. മകൻ വലുതാകുമ്പോൾ തന്നോടൊപ്പം കൃഷിപ്പണിക്ക് ഇറങ്ങണമെന്നായിരുന്നു അച്ഛൻ കരുതിയിരുന്നത്. എന്നാൽ വിധി ഫെറൂസിയോക്കായി കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. അച്ഛൻ പാടത്ത് കൃഷിപ്പണി എടുക്കുമ്പോൾ ഫെറൂസിയോയുടെ കണ്ണ് എപ്പോഴും പാടത്തേക്ക് കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്ന യന്ത്രങ്ങളിലും ട്രാക്ടറുകളിലും ആയിരുന്നു. അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാനായിട്ടായിരുന്നു ആ കൊച്ചുകുട്ടിയുടെ താല്പര്യം. വീട്ടിലെ ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകൾക്കിടയിലും ഫെറൂസിയോയുടെ യന്ത്രങ്ങളോടുള്ള താല്പര്യം അദ്ദേഹം ഉപേക്ഷിച്ചില്ല. അവൻ അങ്ങനെ പതുക്കെ പതുക്കെ അച്ഛന്റെ ട്രാക്ടറുകളും മറ്റു യന്ത്രങ്ങളുമെല്ലാം ഇത്തരത്തിൽ കേടുവരുമ്പോൾ സ്വന്തമായി റിപ്പയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ദരിദ്രനായ ആ കർഷകന്റെ മകൻ ആ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു മെക്കാനിക്കായി മാറി. അങ്ങനെ കഷ്ടപ്പാടുകൾക്കിടയിലൂടെ ഫെറൂസിയോ വളർന്നു വരുന്ന കാലത്താണ് ലോകത്ത് രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. യുദ്ധം വലിയ രീതിയിൽ തന്നെ രൂക്ഷമായതോടുകൂടി അന്ന് ഇറ്റാലിയൻ ഗവൺമെന്റ് ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. രാജ്യത്തുള്ള എല്ലാ പൗരന്മാരും നിർബന്ധിത സൈനിക സേവനം അനുഷ്ഠിക്കണമെന്നായിരുന്നു ആ നിയമം. അങ്ങനെ എല്ലാവരെയും പോലെ തന്നെ ഫെറൂസിയോ ലംബോർഗിനിയെയും ഇറ്റാലിയൻ ഗവൺമെന്റ് സൈനിക സേവനത്തിനായി തിരഞ്ഞെടുത്തു. അങ്ങനെ ഫെറൂസിയോ ഇറ്റാലിയൻ ഗവൺമെന്റിന്റെ എയർഫോഴ്സിന്റെ ഭാഗമായി മാറി. ഇദ്ദേഹത്തെ ആയുധങ്ങൾ കൊടുത്ത് യുദ്ധം ചെയ്യാനല്ല, മറിച്ച് ഇദ്ദേഹത്തിന്റെ യന്ത്രങ്ങളോടുള്ള താല്പര്യം കണ്ട് സൈന്യത്തിലുള്ള വാഹനങ്ങളും യുദ്ധവിമാനങ്ങളും നന്നാക്കുന്ന മെക്കാനിക്കൽ വിഭാഗത്തിലാണ് ഇദ്ദേഹത്തിന് ജോലി ലഭിക്കുന്നത്. യുദ്ധകാലത്തെ ആ ഒരു ജീവിതം ഫെറൂസിയോയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റായി മാറി. കാരണം അവിടെ വെച്ച് ലോകത്തുള്ള ഏറ്റവും മികച്ചതും അത്യാധുനികവുമായ വാഹനങ്ങളുടെ എല്ലാം എഞ്ചിൻ അഴിച്ചു പണിയാനും അതുപോലെ കേടായ വാഹനങ്ങളെ നിമിഷ നേരം കൊണ്ട് ശരിയാക്കാനുമുള്ള അസാധ്യമായ കഴിവ് ഫെറൂസിയോ അവിടെ വെച്ച് സ്വന്തമാക്കി. അങ്ങനെ യുദ്ധം അവസാനിച്ചപ്പോഴേക്കും ആർമി ക്യാമ്പിലെ ഏറ്റവും മികച്ച മാസ്റ്റർ മെക്കാനിക് ആയിട്ട് ഫെറൂസിയോ മാറിയിരുന്നു. അങ്ങനെ യുദ്ധമെല്ലാം അവസാനിച്ചു. ഫെറൂസിയോ സന്തോഷത്തോടെ തിരിച്ച് നാട്ടിലെത്തി. കയ്യിൽ സ്വന്തമായി ഒരു രൂപ പോലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ വലിയൊരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. നാട്ടിൽ തിരിച്ചെത്തിയതിന് പിന്നാലെ ഫെറൂസിയോ ക്ലിയോലിയ മോണ്ടെ എന്ന പേരുള്ള ഒരു യുവതിയെ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന്റെ എല്ലാ കഷ്ടപ്പാടുകളിലും സ്വപ്നങ്ങളിലും കട്ടയ്ക്ക് കൂടെ നിന്ന എല്ലാ കാര്യങ്ങളിലും ഫെറൂസിയോയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ല ഭാര്യയായിരുന്നു അവർ. എന്നാൽ അവരുടെ സന്തോഷം അധികകാലം നിലനിന്നില്ല. വർഷം 1974 ഫെറൂസിയോയുടെ ഭാര്യ ചില മാനസിക രോഗങ്ങൾ കാരണം മരണപ്പെട്ടു. തന്റെ എല്ലാ വിജയങ്ങൾക്കും കഠിനാധ്വാനങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്ന ഭാര്യയുടെ മരണം ഫെറൂസിയോയെ മാനസികമായി തളർത്തി. മാസങ്ങളോളം വലിയ ദുഃഖത്തിലും വിഷാദത്തിലും അദ്ദേഹം ഒതുങ്ങിക്കൂടി. ഇതോടുകൂടി പലരും ഇദ്ദേഹത്തിന്റെ ജീവിതം അവസാനിച്ചു എന്ന് കരുതി. പക്ഷെ ആ ദുഃഖത്തിന് മുന്നിൽ തോറ്റു കൊടുക്കാനായിട്ട് ഫെറൂസിയോ തയ്യാറായില്ല. അദ്ദേഹം ആ ദുഃഖങ്ങളെല്ലാം ഉള്ളിലൊതുക്കി തനിക്ക് നന്നായി അറിയുന്ന ആ മെക്കാനിക്കിലേക്ക് തന്റെ മുഴുവൻ ശ്രദ്ധയും അദ്ദേഹം കൊണ്ടുവന്നു. ആ കാലത്ത് ഇറ്റലി പതിയെ യുദ്ധത്തിന്റെ തകർച്ചയിൽ നിന്നെല്ലാം ഉയർന്നു വരികയാണ്. രാജ്യത്ത് വീണ്ടും കൃഷി സജീവമാകാനായിട്ട് കർഷകർക്ക് ധാരാളം ട്രാക്ടറുകൾ ആവശ്യമായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ട്രാക്ടറുകളോ മറ്റു കൃഷിക്ക് ആവശ്യമായിട്ടുള്ള യന്ത്രങ്ങളോ വാങ്ങാനായിട്ട് കർഷകരുടെ കയ്യിൽ പണമില്ലായിരുന്നു. ഇവിടെയാണ് ഫെറൂസിയോ തന്റെ യുദ്ധകാലത്തെ അനുഭവ പരിചയവും ബുദ്ധിയും ഉപയോഗിച്ചത്. യുദ്ധത്തിന് ശേഷം ഇറ്റലി എന്ന രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധവിമാനങ്ങളും ആയുധങ്ങളും യന്ത്രങ്ങളും എല്ലാം ആർക്കും വേണ്ടാതെ സ്ക്രാപ്പായി കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം ഫെറൂസിയോ തന്റെ ചെറിയ സമ്പാദ്യവും കൂട്ടുകാരിൽ നിന്ന് കുറച്ച് പണം കടവും വാങ്ങി ഇതെല്ലാം വാങ്ങിക്കൂട്ടാൻ തുടങ്ങി. എന്നിട്ട് അതെല്ലാം തന്റെ ഗാരേജിലേക്ക് കൊണ്ടുവന്നു. ശേഷം ആ വലിയ ആർമി വണ്ടികളുടെ കരുത്തറ്റ എഞ്ചിനുകളെല്ലാം അദ്ദേഹം അഴിച്ചു മാറ്റി.
മാറ്റി. അങ്ങനെ ഫെറുസിയോ അതെല്ലാം കൃഷിക്ക് ഉപയോഗിക്കാവുന്ന വളരെയേറെ വില കുറഞ്ഞ ട്രാക്ടറുകളാക്കി മാറ്റി. അദ്ദേഹത്തിന്റെ ട്രാക്ടറുകൾക്ക് വലിയ കരുത്തായിരുന്നു, വിലയാണെങ്കിൽ തീരെ കുറവുമായിരുന്നു. ഇതുകൊണ്ട് തന്നെ ഇറ്റലിയിലെ കർഷകർക്കിടയിൽ ലംബോർഗിനി ട്രാക്ടറുകൾ വലിയൊരു ഡിമാൻഡായി. അങ്ങനെ 1948 ലംബോർഗിനി ടെറിറ്ററി എന്ന പേരുള്ള ഒരു കമ്പനി സ്വന്തമായിട്ട് അദ്ദേഹം തുടങ്ങി. 2-3 വർഷങ്ങൾ കൊണ്ട് തന്നെ ഫെറുസിയോയുടെ ഈ ടെറിറ്ററി എന്ന കമ്പനി ഏറ്റവും കൂടുതൽ ആയിരക്കണക്കിന് ട്രാക്ടറുകൾ ഉണ്ടാക്കുന്ന ഒരു വലിയ കമ്പനിയായി മാറി. അങ്ങനെ ചെറുപ്പത്തിൽ ദാരിദ്ര്യത്തിൽ ജീവിച്ചു വളർന്ന ഫെറുസിയോ തന്റെ 30കളിൽ ഇറ്റലിയിലെ പേരുകേട്ട കോടീശ്വരന്മാരിൽ ഒരാളായി മാറി. അങ്ങനെ ആവശ്യത്തിന് പണമെല്ലാം തന്റെ കയ്യിൽ വന്നപ്പോൾ ഒരു വാഹന പ്രേമിയായ അദ്ദേഹം ആ ഒരു കാലത്തെ ഏറ്റവും വലിയ കാർ കമ്പനിയായ ഫെരാരിയുടെ ഫെരാരി 250 GT എന്ന കാറ് സ്വന്തമാക്കുകയാണ്. റേസിംഗ് കാറുകളോടും റേസിംഗിനും വളരെയേറെ താല്പര്യമായിരുന്നു ഫെറുസിയോക്ക്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ കാറ് തിരഞ്ഞെടുത്തത്. പക്ഷേ ഈ വാഹനത്തിന് ഇടയ്ക്കിടയ്ക്ക് ഒരു കംപ്ലൈന്റ് വരുമായിരുന്നു. അതായത് അതിന്റെ ക്ലച്ചിന് ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈന്റ് വരാൻ തുടങ്ങി. ഇതോടെ ഫെറുസിയോ വളരെ കഷ്ടത്തിലായി. കാരണം തന്റെ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഈ കാറ് കൊണ്ട് വേഗത്തിൽ പോകുമ്പോൾ ഇങ്ങനെ ഇതിന്റെ ക്ലച്ച് കംപ്ലൈന്റ് ആവുന്നത് കൊണ്ട് തന്നെ സർവീസ് സെന്ററിലേക്ക് പോകാൻ മാത്രമായിരുന്നു ഫെറുസിയോക്ക് നേരമുണ്ടായിരുന്നത്. എത്ര തവണ സർവീസ് സെന്ററിലേക്ക് കൊണ്ടുപോയിട്ടും മികച്ച മെക്കാനിക്കൽമാർ എത്ര തവണ നോക്കിയിട്ടും ആ കാറിന്റെ പ്രശ്നം മാറ്റാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെയാണ് ഫെരാരി കാറുകളുടെ സ്ഥാപകനായ എൻസോ ഫെരാരിയെ നേരിൽ കാണാനായിട്ട് ഫെറുസിയോക്ക് ഒരവസരം ലഭിക്കുന്നത്. ഈ അവസരത്തിൽ ഫെറുസിയോ ഫെരാരിയുടെ ഉടമസ്ഥനായ എൻസോ ഫെരാരിയോട് വളരെ ആത്മാർത്ഥമായി സന്തോഷത്തോടെ ഒരു കാര്യം പറയുകയാണ്. ഹലോ സാർ, ഞാൻ നിങ്ങളുടെ കാറുകളുടെ വലിയൊരു ആരാധകനാണ്. നിലവിൽ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ കാർ കമ്പനി ആണെങ്കിലും നിങ്ങളുടെ കാറുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലച്ചുകൾക്ക് ചില തകരാറുകൾ വരുന്നുണ്ട്. ആ ഒരു പ്രശ്നം കൂടെ പരിഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയായിരിക്കും ലോകത്തിലെ ഏറ്റവും മികച്ച കാർ കമ്പനിയായി വീണ്ടും അറിയപ്പെടുന്നത്. പക്ഷെ ഇത് കേട്ട എൻസോ ഫെരാരി വളരെ ദേഷ്യപ്പെട്ട് അഹങ്കാരത്തോടെ പറഞ്ഞു, പ്രശ്നം എന്റെ കാറുകൾക്കല്ല, തനിക്കാണ്. ഇറ്റലിയിലെ വെറും ഒരു സാധാരണ മെക്കാനിക്കായ നീയാണോ ലോകത്തിലെ ഏറ്റവും വലിയ കാർ കമ്പനിയായ ഫെരാരിയെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നത്? താൻ പോയി തന്റെ ആ പഴയ ട്രാക്ടറുകൾ ഓടിക്ക്. ഒരു ഫെരാരി കാർ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു ട്രാക്ടർ നിർമ്മാതാവിന് അറിയില്ല. വളരെ സന്തോഷത്തോടു കൂടി ഫെറുസിയോ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിന് ഇത്തരത്തിലുള്ള ഒരു മറുപടി കേട്ടപ്പോൾ ഫെറുസിയോ ആകെ തകർന്നു പോയി. അങ്ങനെ അവിടെ നിന്നും ഗ്യാരേജിലെത്തിയ ഫെറുസിയോ തന്റെ കൈവശമുള്ള ഫെരാരിയുടെ ആ കാർ ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. കോടികൾ വിലയുള്ള ഫെരാരിയുടെ ആ കാറിന്റെ എഞ്ചിനും ക്ലച്ചുമെല്ലാം ഒന്ന് അഴിച്ചു നോക്കിയപ്പോൾ ഫെറുസിയോ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. കാരണം ആ ആഡംബര കാറിന്റെ എഞ്ചിനിൽ ഉണ്ടായിരുന്നത് ഫെരാരി നിർമ്മിച്ച ഏതെങ്കിലും പ്രത്യേക ഒരു ക്ലച്ച് ആയിരുന്നില്ല. മറിച്ച് താൻ തന്റെ വില കുറഞ്ഞ ട്രാക്ടറുകളിൽ ഉപയോഗിച്ചിരുന്ന അതേ ക്ലച്ച് തന്നെയായിരുന്നു കോടികൾ വിലയുള്ള ഫെരാരിയും ഈ കാറിനകത്ത് ക്ലച്ചായി ഉപയോഗിച്ചിരുന്നത്. ഇത് കണ്ട ഫെറുസിയോ അവിടെ വെച്ച് ഒരു തീരുമാനമെടുത്തു. തന്റെ ട്രാക്ടറിൽ ഉപയോഗിക്കുന്ന ക്ലച്ചുകൾ കൊണ്ട് കാറുണ്ടാക്കി തന്നെ അപമാനിച്ചു വിട്ട എൻസോ ഫെരാരിക്ക് കാറുകൾ കൊണ്ട് തന്നെ മറുപടി കൊടുക്കണമെന്ന് ഫെറുസിയോ അവിടെ വെച്ച് ഒരു തീരുമാനമെടുത്തു. ആ ഒരു വാശിയും പ്രതികാരവുമാണ് നമ്മൾ ഇന്ന് കാണുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ഏറ്റവും വില കൂടിയ സൂപ്പർ കാറുകളിൽ ഒന്നായ ലംബോർഗിനിയുടെ തുടക്കത്തിലേക്ക് വഴി തെളിച്ചത്. അങ്ങനെ 1963 ഫെറുസിയോ തന്റെ കൈവശമുള്ള എല്ലാ പണവും ഗാരേജ് സൗകര്യവും ഉപയോഗിച്ച് ലംബോർഗിനി തങ്ങളുടെ ആദ്യത്തെ കാറായ ലംബോർഗിനി 350 GTV പുറത്തിറക്കി. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇറ്റലിയിൽ ഈ കാറ് വലിയൊരു വിജയമായി മാറി. പക്ഷേ ഫെറുസിയോ അവിടെയും നിർത്തിയില്ല. ആദ്യ മോഡൽ തന്നെ വലിയ വിജയമാണെങ്കിലും ഏതാനും മാസങ്ങൾക്ക് ശേഷം ആ ഒരു കാറിന്റെ മോഡലിലും എഞ്ചിനിലും ചില വ്യത്യാസങ്ങൾ വരുത്തി അതിനെ ഒന്നുകൂടെ മോഡിഫിക്കേഷൻ ചെയ്തുകൊണ്ട് ലംബോർഗിനി 350 GT എന്ന പേരിൽ അദ്ദേഹം വീണ്ടും അതിനെ വിപണിയിലിറക്കി. പിന്നീട് അങ്ങോട്ട് ഫെറുസിയോ ലംബോർഗിനിക്ക് തന്റെ ജീവിതത്തിൽ ഒരിടത്തും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഫെരാരിയേക്കാൾ മികച്ച റോഡുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഓരോ സൂപ്പർ കാറുകൾ ഓരോന്നോരോന്നായി പിന്നീട് ലംബോർഗിനി പുറത്തിറക്കാൻ തുടങ്ങി. തന്റെ കടുത്ത എതിരാളിയായ ഫെരാരിയോട് മുട്ടി നിൽക്കാനും അവരെ വെല്ലുവിളിക്കാനും ഈ ഒരു കാറ് തന്നെ ലംബോർഗിനിക്ക് ധാരാളമായിരുന്നു. നീ പോയി ട്രാക്ടർ ഓടിക്കെന്ന് പറഞ്ഞ് കളിയാക്കിയ എൻസോ ഫെരാരിയുടെ അഹങ്കാരത്തിന്റെ ഏറ്റവും വലിയ മറുപടിയായിരുന്നു പിന്നീട് ലോകം കണ്ട ലംബോർഗിനിയുടെ ഓരോ മോഡൽ കാറുകളും. അന്നൊരു പക്ഷേ എൻസോ ഫെരാരി അപമാനിച്ചു വിട്ടപ്പോൾ ഫെറുസിയോ ലംബോർഗിനി തളർന്നു പോയിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ലംബോർഗിനി എന്ന കാറ് ഒരുപക്ഷെ ഉണ്ടാകില്ലായിരുന്നു. നമ്മളെ ആരെങ്കിലും ജീവിതത്തിൽ വില കുറച്ച് കാണുമ്പോൾ അവരോട് തർക്കിക്കാൻ നിൽക്കാതെ അവരെക്കാൾ വലിയ വിജയം നേടി കാണിച്ചു കൊടുക്കുകയാണ് ഏറ്റവും വലിയ പ്രതികാരം എന്ന് ഫെറുസിയോ ഇതിലൂടെ തെളിയിച്ചു. ഒരിക്കൽ ഫെറുസിയോ ലംബോർഗിനി ഒരു ഇന്റർവ്യൂക്കിടെ പറയുകയുണ്ടായി, നിനക്കതിന് കഴിയില്ല എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ നിനക്കതിന് കഴിയുമെന്ന് നീ നിന്റെ വിജയത്തിലൂടെ അവർക്ക് കാണിച്ചു
അയച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവർ അതൊന്ന് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.